നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോകാം. അവിടെ DFO അടക്കമുള്ളവർ ഇന്നത്തെ ആനന്ദദൗത്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേയും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. തേർഡ് ഡേ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. സോ രാവിലെ 6:30ക്കാണ് സ്പോട്ട് ചെയ്യുന്നത്. 7 മണിയോടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് ആനിമലിനെ ഡാർട്ട് ചെയ്തു. 8:30 ആയപ്പം ആനിമലിനെ ഡാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു. അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു. ദെൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആന ആക്റ്റീവായി, അത് സെഡേഷൻ വിട്ടുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ആന്റിഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതിന്റെ എഫക്ട്. എത്ര ഡോസാണ് സാർ നമ്മൾ എത്ര ഡോസ് നൽകിയിരുന്നു? ഇത് ഡോസൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ആനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡോസ് തുടർ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഇന്റർവെൻഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ആനയെ പിടിച്ചു കൊണ്ടുപോകണം. ഓക്കെ, പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുകളിലും ബാക്കിയെല്ലാ ആക്ടിവിറ്റിയിലും. അപ്പോൾ ഇത് നമ്മളിനി ഫർദർ ഒബ്സർവ് ചെയ്യണം. ഇതിന് ബാക്കി എല്ലാ ഫംഗ്ഷനിങ്ങും പ്രോപ്പറാണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. പക്ഷേ അത് വേറെ ഉള്ളിൽ എത്രമാത്രം ഡാമേജ് ഉണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ പഴുപ്പുണ്ട് ആക്ച്വലി. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മുറിയാണോ ഉണ്ടായിരുന്നത്? ഒരു വലിയൊരു വൂണ്ടുണ്ട്, അതിന്റെ താഴെ ചെറിയൊരു വൂണ്ടുണ്ട്. ഇല്ല, പഴുപ്പാണ്. അത് കംപ്ലീറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കളഞ്ഞ്. നമുക്ക് വൂണ്ട് പഴക്കം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 ആഴ്ചയോളം ആയിട്ടുണ്ട് അവർ ഒബ്സർവ് ചെയ്തിട്ട്. സിവിയർ ആയിരുന്നു സാർ? ഉണ്ട്, സിവിയറാണ്. അപ്പോൾ അത് കറക്റ്റ് ആ മസ്തകത്തിന് തന്നെ ആയതുകൊണ്ട് സിവിയറാണ്. വണ്ടി കത്തി പുകഞ്ഞതാ. ഇല്ല, മൈക്രോ ചിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ റേഡിയോ കോളർ ചെയ്യാണ് വേണ്ടിയിരുന്നത്.